வீரம் கடல் புலிகள் கையிருப்பாகும். தமிழ் வீரம் கடல் புலிகள் கையிருப்பாகும். തമിഴ്നാട്ടിലെ തൂത്തൂർ, ചിന്നത്തുറ ഭാഗങ്ങളിൽ നിന്ന് വിഴിഞ്ഞത്ത് എത്തി മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളാണ് ഉൾക്കടലിൽ LTTE പ്രവർത്തകർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. തീരത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈൽ ഉള്ളിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെയാണ് പലപ്പോഴും ഈ ബോട്ടുകൾ കടൽപ്പുലികളുടെ കണ്ണിൽപ്പെടുക. ആദ്യം മത്സ്യത്തൊഴിലാളികളെ ഏറ്റുമുട്ടലിലൂടെ കീഴ്പ്പെടുത്തിയ ശേഷം ഇവരുമായി കടൽപ്പുലികൾ ബന്ധം സ്ഥാപിക്കുകയാണ് പതിവ്. പുലികൾക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ളവ കടലിൽ നിശ്ചിത സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുന്നത് ഇത്തരം മട്ട് ബോട്ടുകളാണ്. ഗ്ലോബൽ പൊസിഷനിംഗ് സംവിധാനത്തിന്റെ സഹായത്താൽ സ്ഥലം മനസ്സിലാക്കിയ ശേഷം സാധനങ്ങൾ കടലിൽ ഇവർ പുലികൾക്കായി കെട്ടിത്താഴ്ത്തിയിടുന്നു. നിശ്ചിത ഇടങ്ങളിൽ ഇവ നിക്ഷേപിച്ച ശേഷം മൊബൈൽ ഫോണിലൂടെ വിവരങ്ങൾ കൈമാറുകയാണ് പതിവ്. ചില ബോട്ടുകളിലൂടെ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കടത്തുന്നതായും സൂചനയുണ്ട്. LTTE-കാരുടെ വലയിൽ അകപ്പെട്ട ശേഷം രക്ഷപ്പെട്ട് വിഴിഞ്ഞത്തെത്തിയ തമിഴ്നാട്ടിലെ ചില മത്സ്യത്തൊഴിലാളികളാണ് പുലികളെ സംബന്ധിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇവർ ക്യാമറയ്ക്ക് മുഖം കാണിക്കാൻ തയ്യാറായില്ല. നമ്മൾ ഈ നമ്പർ വെച്ച് കറക്റ്റായിട്ട് ഈ കോമ്പസ് തിരിയും. അപ്പൊ ആ കറക്റ്റായിട്ട് നമ്മളിപ്പോ അവര് പറയുന്ന നമ്പർ ഇപ്പൊ നമുക്ക് 863. അപ്പൊ ആ നമ്പർ ഇതിനകത്ത് കയറ്റിക്കൊണ്ട് നമ്മൾ കോമ്പസ് അടിക്കും. കറക്റ്റ് അതേ പൊസിഷനിൽ ഇത് ഓടിച്ചില്ലേ അവിടെ. ശ്രീലങ്കയിൽ പുലികളുടെ പ്രധാന താവളമായ ഗൾഫ് ഓഫ് മാന്നാറിൽ നിന്ന് വെറും 110 നോട്ടിക്കൽ മൈൽ മാത്രമാണ് വിഴിഞ്ഞം തീരത്തേക്കുള്ളത്. വിഴിഞ്ഞത്തിന് ഏറെ അടുത്തുള്ള അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ വരുന്ന കപ്പലുകളിൽ നിന്നും പലപ്പോഴും കടലിൽ വെച്ച് ചെറു കണ്ടെയ്നറുകൾ ബോട്ടുകളിലേക്ക് നീക്കം ചെയ്യുന്നതായും മത്സ്യത്തൊഴിലാളികൾ കാണാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് അന്വേഷിക്കാനോ വിഴിഞ്ഞത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാനോ കോസ്റ്റ് ഗാർഡോ മറ്റ് സൈനിക വിഭാഗങ്ങളോ തയ്യാറാകുന്നില്ല. കോസ്റ്റ് ഗാർഡ് അധികൃതർ പുലികളുടെ ഇത്തരത്തിലുള്ള നീക്കം സമ്മതിക്കുന്നുമുണ്ട്. And now that we know, we will keep our eyes and ears open for this particular threat also. As far as medicine, food material and all going to non-state elements, we are keeping an eye on it. Because all the items which are going through legal channels from the port, we got a tab on it. But anything which are going through the fishing boats, it is difficult to keep a tab just because of the number of fishing boats which are lying along the coast. Anybody could go from anywhere, come back anywhere. പുലികൾക്കെതിരായി തമിഴ്നാട്ടിലെ തീരങ്ങളിൽ ജാഗ്രത പാലിച്ചു തുടങ്ങിയതോടെയാണ് പുലികൾ കേരളത്തിന്റെ തെക്കൻ തീരങ്ങൾ ലക്ഷ്യമിട്ട് തുടങ്ങിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോവളം.